നമസ്കാരം, കുട്ടികൾക്കും സുഹർ സാറാണ്. നമ്മുടെ +1 കെമിസ്ട്രി എക്സാം നാളെയാണ്. അത് കഴിഞ്ഞിട്ട് 3 എക്സാംസുകൾ അടുപ്പിച്ച് വരുന്നുണ്ട്. ടോട്ടലി 4 എക്സാംസുകളാണ് നാളെ തൊട്ട് 25-ാം തീയതിക്കുള്ളിൽ തീരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസുകളാണ് ഈ 4 പേരും. ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ഇമ്പോർട്ടൻസും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, വ്യത്യാസങ്ങൾ തിരിച്ചറിയുക, അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക. നാളത്തെ കെമിസ്ട്രി എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അടുത്ത വർഷം +2 കെമിസ്ട്രി എഴുതുമ്പോൾ ഈ വർഷത്തെ എഴുതി +1 കെമിസ്ട്രി ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. മീൻസ് അടുത്ത വർഷം ഒരു ഇംപ്രൂവ്മെന്റ് എന്നുള്ള രീതിയിൽ കൂടെ മനസ്സിൽ കണ്ടു പോകരുത്. പല കുട്ടികളും നേരത്തെയുള്ള കാലങ്ങളിൽ അങ്ങനെയല്ല. നമ്മൾ +1 ഒക്കെ എഴുതുമ്പോൾ ഒന്ന് ഫെയിൽ ആയാലും അല്ലെങ്കിൽ ഒന്ന് മാർക്ക് കുറഞ്ഞാലും നമുക്ക് അടുത്ത വർഷത്തെ ഇംപ്രൂവ്മെന്റ് നടത്തി അത് ക്ലിയർ ആക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ ശരിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ആ സംഭവമൊക്കെ മാറി. +2-നോടൊപ്പം തന്നെയാണ് +1 ഇംപ്രൂവ്മെന്റ് അടുത്ത വർഷം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഠിക്കുന്ന +2-കാരാകെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ദുരിതത്തിൽ ഏർപ്പെട്ടേക്കുന്ന കുറെ കുട്ടികളാണ് ഇപ്പോഴത്തെ +2. പക്ഷെ അവരത്രയും സീരിയസ് ആയിട്ടല്ല വന്നത്. അതിന്റെ പേരിൽ ഇപ്പൊ ആകെ ബുദ്ധിമുട്ടൊന്നുമുണ്ട്. +2 എക്സാം ടഫായതോടുകൂടി അവരുടെ എല്ലാ പ്രതീക്ഷകളും നല്ലൊരു മാർക്ക് കിട്ടുക എന്നുള്ളത് മിക്കവാറും അസ്തമിച്ച് കാണും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാളത്തെ എക്സാം തൊട്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണോ ആ രീതിയിൽ കൂടെ നാളെ തന്നെ എക്സാം തുടങ്ങിക്കോണം. വരാൻ പോകുന്ന എക്സാംസുകൾക്ക് കിട്ടുന്ന എത്രയോ സമയങ്ങളും മാക്സിമം യൂസ് ചെയ്തോണം. ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങളൊന്നും അടുത്ത വർഷം നമുക്ക് നികത്താൻ പറ്റില്ല. അടുത്ത വർഷം നമുക്ക് +2 നന്നായിട്ട് പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ ഹയർ സ്റ്റഡീസിന് പോകേണ്ടവർക്ക് എൻട്രൻസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ +1 നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു ബാധ്യതയാവരുത്. കാരണം നമുക്ക് ഇംപ്രൂവ്മെന്റ് നടത്തി നല്ല മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് നടക്കുന്നതല്ല. അതുകൊണ്ട് നാളത്തെ എക്സാം തൊട്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കണം. ഏറ്റവും നന്നായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം മാർക്ക് നന്നായിട്ട് വാങ്ങിച്ചോണം. ഡബിൾ പാസ്, ഇനിയും സെപ്പറേറ്റ് മിനിമം എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഒന്ന് പറയാം. ഡബിൾ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം കൂടി 36 എന്നുള്ളതാണ് ഒരു സബ്ജക്റ്റിന്. ഓക്കെ, ഇപ്പൊ +1 +2 ഇത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് 36 അപ്പൊ ഈ 36 വാങ്ങുന്ന രീതികൾ പലതാണ്. നമുക്കിവിടെ +1 ഇപ്പൊ ഒരാൾക്ക് 16 കിട്ടിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ +2 നമുക്ക് ഒരു 20 കിട്ടി നമുക്ക് വേണമെങ്കിൽ ജയിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ജയസാധ്യതയാണ്. പക്ഷെ നമുക്ക് ജയിച്ചെങ്കിലും +1 തോറ്റിരിക്കുക, പക്ഷെ രണ്ടും കൂടി ജയിച്ചു എന്നുള്ളതാണ്. ഇനി നേരെ തിരിച്ച് +1 കിട്ടിയത് 20, +2 കിട്ടിയത്, അങ്ങനെയും ഇപ്പോഴത്തെ രീതി കൊണ്ട് ജയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, +2 തോറ്റുവാണ് +2 മാത്രം നോക്കുമ്പോൾ തോറ്റത്, പക്ഷെ ഒരുമിച്ച് ജയിച്ചു. ഇതാണ് നമുക്ക് ഈ ജയിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു +1 തന്നെ ഒരാൾക്ക് 36 കിട്ടി. അപ്പൊ പിന്നെ +2 മാർക്കൊന്നും വേണമെന്നില്ല എന്നുള്ളതാണ് ഡബിൾ പാസ്. 36 മേളിലെ +1 വാങ്ങുമ്പോഴാണ് അതൊരു ഡബിൾ പാസ്. ഇനി അതൊക്കെ മാറി സെപ്പറേറ്റ് മിനിമം എന്നുള്ള രീതിയിൽ കൂടെ വരാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1 ഏറ്റവും കുറഞ്ഞത് 18 വാങ്ങിച്ചിരിക്കണം, +2 ഏറ്റവും കുറഞ്ഞത് 18 വാങ്ങിച്ചിരിക്കണം. അങ്ങനെ 2 വർഷവും ഒരു മിനിമം നിങ്ങൾ ബാലൻസ് മീൻസ് മിനിമം നമ്മൾ കീപ്പ് ചെയ്യണം. 18 താന്നാൽ നിങ്ങൾ തോറ്റു. അപ്പൊ അല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ഒരു 16 കിട്ടിയെന്ന് വിചാരിക്കുക, ഇവിടെ നിങ്ങൾക്ക് 30 കിട്ടി, പക്ഷെ +1 അവിടെ ജയിച്ചിട്ടില്ല. അത് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടുകൂടെ നോക്കുമ്പോൾ 46 ഉണ്ട്. പക്ഷെ +1 തോറ്റത് കൊണ്ട് 18 കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ ആ കുട്ടി തോക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇനി നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോവാതെ നിങ്ങൾ രണ്ടും മീൻസ് ഞാനൊന്ന് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ആവാനുള്ള സാധ്യത ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ മനസ്സിൽ കളഞ്ഞേര്. എന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഈ നാളെ തൊട്ടുള്ള എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഏറ്റവും നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചോണം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താണോ സ്റ്റേജ്, അതിനേക്കാൾ ഒരു ഇരട്ടി കഠിനാധ്വാനം മീൻസ് ഹാർഡ് വർക്ക് ചെയ്ത് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തോണം. ഇല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഇതിന്റെ ഒന്നും ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിൽ കൂടെ നിങ്ങൾക്ക് ഒരു ഇപ്പൊ ഇംപ്രൂവ്മെന്റ് ഉള്ളവർക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാം എന്നുള്ള അല്ലാതെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴത്തെ ഈ വരാൻ പോകുന്ന 4 എക്സാംസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിച്ചോണം. പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ വർഷം സമയം വളരെ കുറവും ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട 2 സബ്ജക്ട്സുകളായിട്ട് മാറിയിരിക്കുകയാണ്. കെമിസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ കുട്ടികൾക്ക് ഇപ്പൊ വായിച്ച് പഠിക്കാനുള്ള ക്ഷമയില്ലാത്തതിന്റെ പേരിൽ അവനും പ്രശ്നമായി.
പിന്നെ ക്വസ്റ്റ്യൻ എല്ലാം ടഫായി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു റിസ്കിന്റെ വക്കത്തോട്ട് പോവാതെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം പഠിച്ചെടുക്കുക. ഒരു സമയം പോലും, ഇച്ചിരി ഒരു മിനിറ്റ് പോലും നിങ്ങൾ കളയാതെ സൂക്ഷിച്ച് നന്നായിട്ട് പഠിക്കുക. പഠിക്കേണ്ട എല്ലാം കൃത്യമായിട്ട് നോക്കുക. പിന്നെ മാത്സ് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ കൂടെ അടിപൊളിയായിട്ട് വരും. മാക്സിമം നിങ്ങൾ കണ്ടുവന്നെങ്കിൽ എക്സാമിന് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരും. പ്ലസ് ടു ആകുമ്പോഴത്തേക്ക് അതുപോലെയുള്ള ക്ലാസ്സുകൾ കിട്ടും. പിന്നെ ജോയിൻ ചെയ്താൽ നമ്മുടെ ഫുൾ ക്ലാസ്സസ് അടിപൊളിയായിട്ട് പ്ലസ് ടുവിന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ് കിട്ടും, നോട്ട്സ് കിട്ടും, ഇക്വേഷൻ ബുക്കിലേറ്റ് കിട്ടും, എല്ലാം കിട്ടും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴ്ന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇതൊന്നും നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നാണ്. എല്ലാവരും പോയിരുന്ന് പഠിച്ചോ, ഏറ്റവും നന്നായിട്ട് പഠിച്ചോ. ഉറക്കമൊക്കെ കുറച്ച്, സോഷ്യൽ മീഡിയയിലെ വർക്കൊക്കെ കുറച്ച് നമ്മൾ പഠിക്കുന്നതിന്റെ വർക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.